നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിക്ക് ചികിത്സ ഒരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണിസ് ബസ്സിലാണ് സംഭവം. തൃശൂരിലേക്ക് ജോലിക്കായി വരികയായിരുന്ന മുണ്ടൂർ സ്വദേശിനിയായ യുവതി കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ച യുവതിക്ക് അടിയന്തര ചികിത്സ നൽകി. കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി പോലീസ് പിടിയിൽ. ക്ഷേത്രം ഭാരവാഹികൾ തന്നെയാണ് പൂജാരിയെ പോലീസിൽ ഏൽപ്പിച്ചത്. ഏകദേശം 3 പവൻ തൂക്കം വരുന്ന സ്വർണമാല ഇയാൾ മാസങ്ങൾക്ക് മുൻപ് കൈവശപ്പെടുത്തി ചാലക്കുടിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നാണ് വിവരം. പല ഘട്ടങ്ങളിലും സംശയം തോന്നിയ ക്ഷേത്രസമിതി ഭാരവാഹികളെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ഓഫീസിൽ വെച്ച് ഇയാളെ തടഞ്ഞുവെച്ച ഭാരവാഹികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാലാരിവട്ടം ഉദയംപേരൂർ ക്ഷേത്രത്തിൽ 3 വർഷം മുൻപ് മേൽശാന്തിയായിരിക്കെ തിരുവാഭരണം മോഷ്ടിച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയും പോലീസ് കേസിന്റെ വിവരങ്ങളും ശാന്തിയുടെ മുറിയിൽ നിന്നും ഭാരവാഹികൾ രഹസ്യമായി കണ്ടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ മേൽശാന്തിയെ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തത്. ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പൂജാരിയെ ഭാരവാഹികൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. MDMAയുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. തളിക്കുളത്തിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ 33 ഗ്രാം MDMAയുമായി വധശ്രമ കേസിലെ പ്രതി എടതിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫസീല എന്നിവരെ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. അഖിൽ നേരത്തെ 2 വധശ്രമ കേസുകളിലും മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടം വരുത്തിയ കേസിലും പ്രതിയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട ഡാണാവിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് ഇടിച്ചുകയറി അപകടം. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം നടന്നത്. മാളയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വന്നിരുന്ന ചീനിക്കാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന ബസ് ഡാണാവ് സിഗ്നലിൽ നിന്നുമാണ് നേരെ ആൽത്തറ ഭാഗത്തേക്ക് പോകേണ്ടത്. എന്നാൽ ബസ് നിയന്ത്രണം വിട്ട് തൃശൂർ ഭാഗത്തേക്ക് തിരിച്ച് അൽ അമീൻ ലോഡ്ജിന്റെ മുൻവശത്തേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അപകടത്തിൽ പ്രദേശത്തെ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആൾക്കാർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ബസിന്റെ ഡീസൽ ടാങ്ക് ചോർന്ന് ഡീസലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതി. റാപ്പർ വേടനെതിരെ തെളിവുകളുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് വേടനെതിരെ തെളിവുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വേടൻ നൽകിയ മൊഴിയിലും യുവതിയുമായുള്ള ബന്ധം നിഷേധിച്ചിട്ടില്ല. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ലെന്നാണ് വേടന്റെ വാദം. ഇതും കുറ്റപത്രത്തിനൊപ്പം വേടന്റെ മൊഴിയായി ചേർത്തിട്ടുണ്ട്. എന്നാൽ മൊഴി ഇതാണെങ്കിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ പീഡനം നടന്നുവെന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് നടന്നതെന്ന പരാതിക്കാരിയുടെ ഉറച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ കുറ്റപത്രം. വേടനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.
ഇനി ഇത് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് കൈമാറും. കഞ്ചാവ് കേസിലും വേടനെതിരെ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ചെടിച്ചട്ടി ഓർഡർ നൽകാൻ 10,000 കൈക്കൂലി വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പിടിയിൽ. CITU സംസ്ഥാന കമ്മിറ്റി അംഗമായ കുട്ടമണി KN ആണ് വിജിലൻസിന്റെ പിടിയിലായത്. 10,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. ചിറ്റിശ്ശേരിയിലെ പാത്രം നിർമ്മാണം നടത്തുന്ന യൂണിറ്റിന്റെ ഉടമയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ തൃശൂർ വിജിലൻസിന്റെ ട്രാപ്പിൽ ചെയർമാൻ കുടുങ്ങി. ചട്ടിയൊന്നിന് 3 രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൃഷിഭവനിലേക്ക് കൊണ്ടുപോയ ചെടിച്ചട്ടിക്കാണ് കൈക്കൂലി വാങ്ങിയത്. സ്വകാര്യ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിൽ നിന്നും ചെടിച്ചട്ടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിതരണത്തിന് കൊണ്ടുപോയതായിരുന്നു. വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള കൃഷിഭവനാണ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നത്. അതിൻ പ്രകാരം 3624 ചെടിച്ചട്ടികൾ ഇറക്കിവച്ചു. കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷനാണ് ഈ യൂണിറ്റിന് പണം അനുവദിക്കുന്നത്. എന്നാൽ ചെയർമാൻ കുട്ടമണി ചെടിച്ചട്ടികൾക്ക് പണം ആവശ്യപ്പെടുകയായിരുന്നു. 25,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 20,000 രൂപ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. തുടർന്ന് ചെയർമാനെതിരെ വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടയിൽ ചാവക്കാട് 2 പോലീസുകാർക്ക് കുത്തേറ്റു. ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിയിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കര വീട്ടിൽ നിസാർ അമീർ എന്നയാളെയാണ് ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ആക്രമണത്തിൽ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കും പരിക്കേറ്റു. ചാവക്കാട് ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നു എന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, റോബിൻസൺ എന്നിവരുമൊത്ത് വീട്ടിലെത്തുകയും കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി. പ്രതിയുടെ ഉപ്പ അമീർ, ഉമ്മ ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെ രക്ഷിക്കുകയുമായിരുന്നു. അക്രമത്തിൽ ഇൻസ്പെക്ടർ വിമലിന് പരിക്കും സിവിൽ പോലീസ് ഓഫീസർ അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, റോബിൻസൺ, ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പനക്കാരിൽ നിന്നും 14,700 രൂപ തട്ടിയെടുത്തതായി പരാതി. കഴിഞ്ഞ 27-നായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ യുവാവ് തേജസിനോട് 21-ന് നറുക്കെടുപ്പ് നടന്ന സമൃദ്ധി ലോട്ടറിയുടെ 6 ലോട്ടറി ടിക്കറ്റുകൾ തന്റെ പക്കലുണ്ടെന്നും അത് സമ്മാനം അടിച്ചതാണോ എന്ന് നോക്കണമെന്നും ആവശ്യപ്പെട്ടു. തേജസ് അത് സ്കാൻ ചെയ്ത് നോക്കി. 5,000 രൂപ വീതം ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ടെന്ന് മറുപടി നൽകി. തേജസിന്റെ പക്കൽ കൂടുതൽ പണം ഇല്ലാത്തതിനാൽ 3 ടിക്കറ്റിന്റെ പണം നൽകി. ഏജന്റ് കമ്മീഷൻ കഴിച്ചുള്ള 14,700 രൂപയാണ് നൽകിയത്. തേജസ് ഈ ടിക്കറ്റുകളുമായി തൃശൂരിലെ ഏജൻസിയിലെത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലാവുന്നത്. അതേ നമ്പറിലെ ടിക്കറ്റ് ആലപ്പുഴ ട്രഷറിയിൽ മാറിയിരിക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തേജസിന്റെ പക്കലുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്നും വ്യക്തമായി. തേജസിന്റെ പരാതിയിൽ കാട്ടൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാൾ അറസ്റ്റിൽ. ഭാര്യയുമായി പിരിഞ്ഞു കഴിയുന്ന കറുകുറ്റി സ്വദേശി പൈനിങ്ങൽ വീട്ടിൽ ബിനേഷ് യുവതി ജോലി ചെയ്യുന്ന ചാലക്കുടിയിലുള്ള ബേക്കറിയിൽ വന്ന് യുവതിയെയും മാനേജരെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കൂടാതെ യുവതി താമസിക്കുന്ന വാടക വീടിന് മുന്നിൽ വന്നും യുവതിയെ ഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിനാണ് ഇയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിനേഷ് അങ്കമാലി, കൊരട്ടി പോലീസ് സ്റ്റേഷനുകളിലായി 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, ASI ജിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടെസി, CPOമാരായ അമൽ, സജിത്, ശ്രീഹരി, അലക്സ് പോൾ, അക്ഷയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കയ്പമംഗലം ചല്ലങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ മോഷണം. പ്രതി മുറ്റിച്ചൂർ സ്വദേശി പിടിയിൽ.
കയ്പമംഗലം ചളിങ്ങാട് പള്ളിനടയിലുള്ള സെയിന്റ് ജോസഫ് പള്ളിയിൽ കയറി 5 നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം 40,000 രൂപയോളം കളവ് ചെയ്ത് കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് മുറ്റിച്ചൂർ കുരികാപീടിക വീട്ടിൽ സജീർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സജീർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, മണികണ്ഠൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.